ഹായ്, ബിന സീക്രട്ട് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമ്മളിവിടെ ഓണസദ്യ വിളമ്പാൻ പോകുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ മക്കളാരുമില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും സദ്യ ഒരുക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ എന്നാലും ഓണമല്ലേ, ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നമുക്ക് സദ്യ വിളമ്പിയാലോ? ശർക്കര വരട്ടി, ചിപ്സ്, പഴമുണ്ട്, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, വെള്ളരിക്ക പച്ചടി, ബീട്രൂട്ട് പച്ചടി, തോരൻ, ഓലൻ, അവിയല്, വട കൂട്ടുകറിയാണ്. പിന്നെ പരിപ്പ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, പപ്പടം, സാമ്പാർ, മോര്, പായസം, ബോളി. അപ്പോൾ ഇത്രയുമാണിന്ന് സദ്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ കഴിക്കാൻ ആളില്ല, അതുകൊണ്ടാണ്. അപ്പം ഇനി അമ്മയോട് തന്നെ ആദ്യം കഴിക്കാൻ പറയാം. ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ വക ഓണാശംസകൾ. അപ്പം അമ്മ കഴിച്ചു തുടങ്ങിക്കോ. ബോളി ഓണസദ്യയിൽ നിർബന്ധമല്ല, കല്യാണങ്ങൾക്കൊക്കെയാണ്. എങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ സേമിയ പായസമാണെന്ന് വെച്ചത്. പഴം പ്രഥമനൊക്കെ നേരത്തെ വെച്ചത് കൊണ്ട് ഒന്നുകൂടെ വെക്കാൻ മടിച്ചു. എല്ലാവരും ഷുഗറുകാരാണ്, അതുകൊണ്ട് തന്നെ. പിന്നെ മോര്, സാമ്പാർ, വട കൂട്ടുകറിയാണ്, അവിയൽ, തോരൻ, ഓലൻ, പച്ചടി, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അങ്ങനെ അത്യാവശ്യമുള്ള എല്ലാ വിഭവങ്ങളും തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ. പിന്നെ നമുക്ക് സദ്യ വിളമ്പുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുറച്ച് സ്പെഷ്യൽ അതിഥികളുണ്ടായിരുന്നു. അവർക്കൊരു ഓണസദ്യ ആദ്യമേ കൊടുത്തിരുന്നു. അത് ഞാൻ ഈ ഊണ് കഴിച്ചതിന് ശേഷം ലാസ്റ്റിൽ ആ വീഡിയോയും കൂടെ ഇതിലോട് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആരായിരുന്നു അതിഥികളെന്ന്. അപ്പോൾ സദ്യ കണ്ടപ്പോഴേ വിശന്നു തുടങ്ങി. അപ്പോൾ ഇനി ഊണ് കഴിച്ചിട്ട് കാണാം നമുക്ക്. അമ്മ അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് വയർ ഫുള്ളായി അങ്ങനെ ചാരുപടിയിൽ വന്നിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ്. പുറത്തിങ്ങനെ കിളികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ രാവിലെ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴയില്ല. പുറത്തേക്കും കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി ചെടിയുണ്ടായിരുന്നു. പാലുകാച്ചിന് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായതിൻ്റെ ചെടികളായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ശേഷം എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും വീടിനകം റെഡിയാക്കുന്ന തിരക്കിൽ പുറത്തെ ചെടികളെ അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് ചെടികൾ പോയി. ഇനി ആദ്യമേ ചെടി പരിപാലനം തുടങ്ങണം. ഇപ്പോൾ വളരെ കുറച്ച് ചെടികൾ മാത്രമൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് തന്നെ അമ്മയാണ് വൈകുന്നേരം വെള്ളമൊക്കെ ഒഴിക്കുന്നത്. ഞാനങ്ങനെ ഇപ്പോൾ അധികം കെയർ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല. പ്രത്യേകിച്ച് ഈ വീഡിയോയും അങ്ങനെയൊക്കെ തുടങ്ങിയതിന് ശേഷം പിന്നെ പുറത്തെ പണിക്ക് എനിക്കധികം സമയം കിട്ടണില്ല. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ശരിയാക്കണം. ചെടികൾ കുറേ ചെടികളുണ്ടായിരുന്നു.
ഇപ്പോൾ എല്ലാം ഒരു അറേഞ്ച്മെൻ്റ് ഇല്ലാതെ അവിടെ ഇവിടെയായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ പുറത്തിറങ്ങിയാൽ നല്ല ഹരിതാപവും പച്ചപ്പുമാണ്. നമ്മൾ സിറ്റിയുടെ നടുക്കാണ് എന്ന് പറഞ്ഞാലും ഇത് കുറച്ചൊരു ഗ്രാമപ്രദേശം പോലെയാണ്. അപ്പോൾ നല്ല മലകളും കാറ്റും മഴയും നിറയെ മരങ്ങളും പച്ചപ്പും ഒക്കെ ഇങ്ങനെ ചുറ്റും കാണാം. സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണെങ്കിലും ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുമ്പോൾ ഈ ഹരിതാപവും പച്ചപ്പും ഒക്കെ കാണുമ്പം മനസ്സിനൊരു സന്തോഷം. പക്ഷെ നമുക്ക് കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് യാത്രയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സിറ്റി വരെ എത്തണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇതിപ്പോൾ വട്ടിയൂർക്കാവ് നട്ടയത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ വന്നിട്ടൊരു 4-5 മാസമേ ആയുള്ളൂ ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചിങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ മിനിയൊക്കെ അന്ന് വന്നിട്ട് പോയതാണ്, പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ വന്നില്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് അവരില്ലായിരുന്നു. നമ്മുടെ കുറച്ച് വണ്ടി വെളിയിൽ തന്നെ കിടക്കുകയാണ്. ഗേറ്റിനകത്ത് ചെടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അകത്തേക്ക് എടുത്തിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ല മരങ്ങളും പുറത്തേക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഈ ചാരുപടിയിൽ വന്നിരുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്ന് മഴയൊക്കെ കാണാൻ നല്ല രസമാണ്. കിളികളും അങ്ങനെ എപ്പോഴും ഒരു ബഹളമൊക്കെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കുറേയേറെ പട്ടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ അമ്മ പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സെൽഫി എടുക്കാമെന്ന്. പക്ഷേ എനിക്ക് സെൽഫി എടുക്കാനേ അറിയില്ല. ഞാൻ സെൽഫി എടുത്താൽ ശരിയാവുകയില്ല. അങ്ങനെ ഞാൻ എടുത്ത് വികൃതമാക്കി കളഞ്ഞ സെൽഫിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓണസദ്യ കഴിച്ചു. അമ്മയും ഞാനും മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ മക്കൾ കൂടെ ഇല്ലാതെ ഒരുപാട് നാൾ കൂടിയിട്ട് ഇന്നാണ് ഒരു ഓണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ സന്തോഷം ഒന്നുമില്ലായിരുന്നു ഓണം ആഘോഷിക്കാൻ. പിന്നെ എന്നാലും ഓണമല്ലേ, അമ്മയ്ക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത്രയെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്തത്. പിന്നെ അല്ലെങ്കിലും ഓണം എന്ന് വെച്ചാൽ എന്താ, എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു മൊമെൻ്റാണ് എൻ്റെ അറിവിൽ ഓണം. നമ്മളിപ്പോൾ ട്രഡീഷണൽ ഓണം ആയതുകൊണ്ട് ഇപ്പോൾ ആഘോഷിക്കുന്നു. പക്ഷേ അത് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ ആഘോഷിക്കുമ്പോൾ ഒരു രസമില്ല. നമുക്ക് ഒത്തിരി സുഹൃത്തുക്കളോ ബന്ധുക്കളോ ചേച്ചി അനിയത്തി ചേട്ടൻ അങ്ങനെ എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് അത് ഓണം. അതിലെത്ര വിഭവങ്ങളുണ്ട്, സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ട്, അതിൻ്റെ രുചി എന്താണ് എന്നതിനേക്കാൾ ഉപരി എല്ലാവരും ഒത്തുചേരുന്ന ആ ഒരു മൊമെൻ്റാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു ഓണത്തിനെങ്കിലും മിനിയും മക്കളും ഉണ്ണിയും സീതുവും അമ്മയും അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ സന്തോഷത്തിലൊരു ഓണം ആഘോഷിക്കാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ കാര്യമല്ലേ, എന്തൊക്കെ നടക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അതോടെ ഇപ്പോൾ ഈ വർഷത്തെ തിരുവോണം അങ്ങനെ കഴിഞ്ഞു. ഇനിയും ഓണമുണ്ട്. തിരുവനന്തപുരത്ത് നമുക്ക് ഓണാഘോഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ പോവുകയാണെങ്കിൽ വഴിയെ ഞാൻ വീഡിയോയിൽ ഇടാം. പിന്നെന്താ, പിന്നെ 1-2 എന്താണ് മിണ്ടാപ്രാണികൾക്ക് അല്പം ഭക്ഷണം കൊടുത്തു, സ്പെഷ്യൽ ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്രത്യേക സന്തോഷം. അത് ഞാനിവിടെ താമസിക്കാൻ വന്നപ്പോൾ ഈ തെരുവ് നിറയെ പട്ടികളായിരുന്നു. അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ താമസിക്കാൻ വരുമ്പോൾ നഗരസഭയിൽ കംപ്ലയിൻ്റ് ചെയ്യണം എന്നൊക്കെ ഞാനും വിചാരിച്ചിരുന്നു. പക്ഷേ അവരാരും അങ്ങനെ കടിക്കാറൊന്നുമില്ല. എപ്പോഴും നമുക്കൊരു കാവലായിട്ട് ഈ മുറ്റത്തുണ്ട് എല്ലാവരും 4-5 എണ്ണം. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ അത്രയും എന്തെങ്കിലും വല്ലപ്പോഴും ഒരു ഭക്ഷണം ഇട്ട് കൊടുത്താൽ തന്നെയും നല്ല സ്നേഹമാണ്. പൊതുവേ നമ്മുടെ വീട്ടിലെല്ലാവരും പട്ടി പൂച്ച അങ്ങനെ എല്ലാവരോടും ഭയങ്കര മൃഗസ്നേഹികളാണ്. ഞാനും അതെ, അങ്ങനെ തന്നെയാണ്. ഒരുപാട് പൂച്ചകളെയും പട്ടികളെയൊക്കെ വളർത്തിയിട്ടുണ്ട്. അവരൊക്കെ പിരിഞ്ഞു പോകുമ്പോഴുള്ള വിഷമം, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും പുതിയതിനെ വളർത്താത്തത്. അപ്പോൾ എന്തായാലും ഇന്നങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുമെങ്കിലും ഇന്ന് അവർക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് മീനും ചോറും ഒക്കെ അവർക്കായിട്ട് തന്നെ വേവിച്ച് ഇലയിൽ കൊടുത്തപ്പോൾ ഒരു സന്തോഷം. അവിടെ വെളിയിൽ തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവരും, ഇനിയും കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ബാക്കി വൈകുന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, പിന്നെ നമുക്ക് സുഹൃത്തുക്കളാണല്ലോ ഏറ്റവും സന്തോഷം തരുന്ന മറ്റൊരു കൂട്ടർ. അതായത് നമ്മുടെ വളരെ അടുത്ത ബന്ധുക്കളെക്കാൾ ഉപരി നമുക്ക് നമ്മുടെ കൂട്ടുകാരായിരിക്കും. എപ്പോഴും ആപത്തിൽ ഓടി വരികയും നമുക്കൊപ്പം നിൽക്കുകയും നമ്മുടെ ഏതവസ്ഥയിലും നമുക്ക് സാന്ത്വനം പകരാനും ഒക്കെ ഉള്ളത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. അപ്പോൾ എനിക്കുണ്ട് അങ്ങനെ ധാരാളം നല്ല സുഹൃത്തുക്കൾ. ഞാനിപ്പോൾ ഓണത്തിന് അവരെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോളേജിൻ്റെ ഗ്രൂപ്പ് റീയൂണിയൻ ഗ്രൂപ്പിൽ നമുക്ക് ഓണാഘോഷമൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരവസരമായി കണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വക ഓണാശംസകൾ. പിന്നെ UK മിനി മക്കൾ സുഹൃത്തുക്കൾ അവർക്കെല്ലാവർക്കും
പിന്നെ നമ്മുടെ ചാനലിൻ്റെ എല്ലാ ഫോളോവേഴ്സിനെയും പിന്നെ ഫോളോ ചെയ്യാതെ ചാനൽ പ്രോഗ്രാം മാത്രമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ വക ഓണാശംസകൾ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രംഗമാണ്. അതിഥികളെന്ന് പറഞ്ഞാൽ ഇവരെൻ്റെ മക്കളെ പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നപ്പോൾ ആദ്യം ഒത്തിരി കംപ്ലൈൻ്റൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവരുടെ സ്നേഹം കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കും. ഇന്ന് പിന്നെ ഞാൻ അവർക്കായിട്ട് തന്നെ കുറച്ച് മീനും ചോറും കൂടെ സ്പെഷ്യലായിട്ട് വേവിച്ച് അങ്ങനെ കൊടുത്തു. ഇത് 4 എണ്ണം ഉള്ളതുകൊണ്ട് ഒരുമിച്ച് കയറ്റി കഴിഞ്ഞാൽ ഒരാൾ വേറെ ഉള്ളവരെ കഴിക്കാൻ സമ്മതിക്കില്ല. ഇതിപ്പോൾ അങ്ങോട്ട് ഞാൻ വെക്കുന്ന താമസം എല്ലാവരും കൂടെ ഒരലയിൽ നിന്ന് തന്നെ പിന്നെ കഴിക്കും. എന്തായാലും ഇനിയിപ്പോൾ രാത്രിയിലേക്ക് കൊടുക്കാനും കൂടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ 1 സെക്കൻഡ് കൊണ്ട് അവർ മത്സരിച്ച് തിന്നു തീരും. അങ്ങനെ അവർക്കുള്ള ഒരു ഓണസദ്യ കൂടെ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാവരെയും പറഞ്ഞു വിടാനാണ് പ്രയാസം. എന്തായാലും നോക്കാം. തൽക്കാലം ഒന്ന് പുറത്താക്കിയിട്ട് ബാക്കിയുള്ളത് വൈകിട്ട് മോൻ വന്നതിന് ശേഷം അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. തട്ടല്ലേ അതിനെ വീടും തട്ടേ ഇവിടുത്തെ VIP കമ്പും കൂടെ കഴിച്ചോണ്ട് പോകും. വൈകിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ നേരുന്നു. വീണ്ടും കാണാം.